ഒരു കാലത്ത് ഇവിടെ ഈ പഞ്ചായത്ത് ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലെ ആദ്യ പഞ്ചായത്തുകളിൽ ഒന്ന് ഈ താമരശ്ശേരിയിലെ പഞ്ചായത്തായിരുന്നു. ആ നാറ്റക്കോയ തങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു നമ്മുടെ താമരശ്ശേരി പഞ്ചായത്തിന്. ആ പഞ്ചായത്തിൽ കാര്യങ്ങളെല്ലാം തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് ഐക്യകണ്ഠമായിട്ടായിരുന്നു. അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ആളുകൾ കൈപൊക്കും, സമാധാനമായി ചർച്ച ചെയ്ത് കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. ആ നാട്ടിലെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടിരുന്ന ഒരു പഞ്ചായത്തായിരുന്നു അന്ന് താമരശ്ശേരി പഞ്ചായത്ത്. ഇന്ന് താമരശ്ശേരി പഞ്ചായത്ത് പുതുപ്പാടി പഞ്ചായത്താണ് അല്ലേ? ആ പുതുപ്പാടി പഞ്ചായത്തിലെ താമരശ്ശേരിയും ഈങ്ങപ്പുഴയും അടിവാരവും ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഇന്ന് അല്പം ആശങ്കയുടെ നിഴലിലാണ്. ഒരു കാലത്ത് വളരെ സമാധാനത്തോടുകൂടി ജീവിച്ചുകൊണ്ടിരുന്ന, ടൂറിസം വന്നപ്പോൾ വലിയ വികസന സാധ്യതകൾ സ്വപ്നം കണ്ടിരുന്ന താമരശ്ശേരിയും ഈങ്ങപ്പുഴയും അടിവാരത്തെയും ആശങ്കയിൽ അഴ്ത്തിയിരിക്കുന്നത് നമ്മൾ ഇന്ന് കേരളം പിടിയിലമർന്നുകൊണ്ടിരിക്കുന്ന രാസലഹരിയാണ്. ഈ ലഹരിയുടെ വിഷപ്പല്ലികൾ താമരശ്ശേരിയെ വളഞ്ഞു മുറുക്കുമ്പോൾ ഒട്ടേറെ കൊലപാതകങ്ങളുടെ വാർത്തയാണ് പ്രേക്ഷകർ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ 3 പേർക്കാണ് ഇവിടെ ജീവൻ നഷ്ടപ്പെട്ടത് വിവിധ കൊലപാതകങ്ങളിലായി. ലഹരി പിടുത്തത്തിൻ്റെ കേസുകൾ എണ്ണിയപ്പോൾ ഞെട്ടിപ്പോയി. 100-ലധികം കേസുകൾ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നിന്ന് താമരശ്ശേരിയിലും ഈങ്ങപ്പുഴയിലും അടിവാരത്തുമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അങ്ങനെ ബംഗളൂരുവിൽ നിന്ന് ചുരമിറങ്ങി വരുന്ന ലഹരിയുടെ ഒരു ഹബ്ബായി മാറുകയാണോ താമരശ്ശേരി എന്നുള്ളതാണ് പ്രധാന ചോദ്യം.